തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വീണ്ടും സംഘർഷം. ഇന്നലെ രാത്രി 12:30 സംഭവമുണ്ടായത്. കാർ പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. 4 പേരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദിൽ പാലോടിന്റെ വിവരങ്ങളുമായി. ആദിൽ, എന്തായിരുന്നു സംഭവിച്ചത്? ഈ കസ്റ്റഡിയിലെടുത്തവർ എവിടെയുള്ളവരാണ്? എന്തൊക്കെയാണ് അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പ്രധാനമായും പോലീസ് അറിയിക്കുന്നത് കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു. ലഹരി ഉപയോഗിച്ചിരുന്ന ചില ചെറുപ്പക്കാർ ഈ കാർ തകർക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അത് സംബന്ധിച്ചുള്ള തർക്കം ഒരു സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് പ്രാഥമികമായി വിവരം ലഭിക്കുന്നത്. കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. 4 പേരെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായി മാനവീയ വീഥിയിൽ പലവിധമായ പ്രശ്നങ്ങൾ, നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അടിയുണ്ടായപ്പോഴും ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടിയപ്പോഴും മാനവീയ വീഥിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പലവിധമായ ക്രമീകരണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഇന്നലെ ക്രിസ്മസ് രാവായതിനാൽ തന്നെ വലിയ തിരക്ക് മാനവീയ വീഥിയിൽ ഉണ്ടായിരുന്നു. ഈ തിരക്കിനിടെയാണ് വലിയ തോതിൽ സംഘർഷമുണ്ടാകുന്നതും തമ്മിലടി ഉണ്ടാകുകയും ചെയ്തത്. മ്യൂസിയം പോലീസ് എത്തി സംഘർഷത്തിന് അയവ് വരുത്തുകയും ഈ 4 പേരെ, അക്രമത്തിന് നേതൃത്വം നൽകിയ 4 പേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇനിയും വരാനുണ്ട്. ശ്രുതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.